ദെൻ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിമൈൻ എന്നാണ്. റിമൈൻ എന്ന് പറയുന്നത് ഒരു റിമൈൻഡർ ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് എന്താണോ അവിടെ റിമൈൻ ചെയ്യേണ്ടത് ആ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആ ഒരു സബ്ജക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ഒരു ഏതൊക്കെ ദിവസമാണ് അല്ലെങ്കിൽ ടൈം ഏതാണ് അങ്ങനെയൊക്കെ എഴുതി ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്ന ശേഷം ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് ആ ഒരു ഡേറ്റിലും ആ ഒരു സമയത്തിലുമായിട്ട് ഇതിങ്ങനെ റിമൈൻ ചെയ്യിപ്പിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അതിങ്ങനെ റിമൈൻ ചെയ്ത് കാണിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻലി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ മറക്കാതിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ റിമൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു എയിമിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു റിമൈൻഡർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഗിഫ്റ്റിന്റെ ആനിമേഷനൊക്കെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും. അതൊക്കെ കാണാനായിട്ടും നല്ലൊരു സാറ്റിസ്ഫൈങ് ആണ്. ബട്ട് ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു റിമൈൻഡിങ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ല ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ പ്രീമിയം എടുക്കേണ്ടി വരും. ഞാൻ അതിനെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ഒരെണ്ണം തന്നെ ധാരാളം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ റിമൈൻഡിങ്ങിൽ ഇട്ടിരുന്നാൽ മതി. അത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് കഫൈൻ എന്നാണ്. കഫൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചതിന് ശേഷം എഡിറ്റ് കൊടുത്ത് ഈ ഒരു കഫൈൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ അവിടെ കാണാം. അത് നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ ഒരു സ്ക്രീന് ഇപ്പോൾ സ്ലീപ്പ് മോഡിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ അടഞ്ഞു പോകണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ട്രാക്ക് ചെയ്തതിന് ശേഷം കഫൈൻ എന്ന ആ ഒരു ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീന് ഓഫ് ആവത്തില്ല. എത്ര നേരം വേണോ ഇങ്ങനെ കത്തി തന്നെ കിടന്നോളും, ഒരു വിധത്തിലും ഓഫ് ആവത്തില്ല. ഇത് ഭയങ്കര കൺവീനിയന്റ് ആണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും നോട്ടൊക്കെ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് റൈറ്റ് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ PDF-യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ഓഫായി പോകും എപ്പോഴും. അതിന് പകരം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര കൺവീനിയന്റ് ആണ്, ഭയങ്കര യൂസ്ഫുള്ളും ആണ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് DeepL എന്നാണ്. DeepL എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജും കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലായിട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വരും. അതുമാത്രമല്ല നിങ്ങൾ ആ ഒരു ട്രാൻസ്ലേറ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു വേർഡ്സും അതിൻ്റെ സെൻറ്റൻസും ഒക്കെ ഏറ്റവും താഴെയായിട്ട് കാണാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് ഈസിലി ലാംഗ്വേജിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള ലാംഗ്വേജസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നാലാമത്തെ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് ബാക്ക് ഡ്രോപ്സ് എന്നാണ്. ബാക്ക് ഡ്രോപ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഒരുപാട് വാൾപേപ്പേഴ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് ബാക്ക് ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള യൂണിക് ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ഒരുപാട് തരത്തിലുള്ള നല്ല വെറൈറ്റി ലുക്കിംഗ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എടുത്ത് പറയാനായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള വാൾപേപ്പേഴ്സിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസിനും ഒരു തരത്തിലുള്ള കോംപ്രമൈസും വന്നിട്ടില്ല. ഈ വാൾപേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്തും അതുപോലെ തന്നെ സെറ്റ് ചെയ്തും എടുക്കാം. എന്നാൽ ഡൗൺലോഡ് ചെയ്താലും സെറ്റ് ചെയ്താലും ഉള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഒരു തരത്തിലുള്ള ക്വാളിറ്റി ലോസും ഇല്ല. അതുമാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണ്. അതായത് പുതിയ വാൾപേപ്പേഴ്സ് വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതും നല്ല രസമായിട്ട് തോന്നി. സോ നിങ്ങളൊരു വാൾപേപ്പർ ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഭയങ്കര ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് ഓട്ടോ മ്യൂസിക് എന്നാണ്. ഓട്ടോ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള മ്യൂസിക്കുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു UI എക്സ്പീരിയൻസ് ഉള്ള ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ലതായിട്ടുള്ള എത്രത്തോളം മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളതെന്ന്. ഭയങ്കര മിനിമലായിട്ടും എന്നാൽ ഭയങ്കര നല്ല രീതിയിലും ഓർഗനൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് നമുക്കൊരു UI എക്സ്പീരിയൻസ് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് അത് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ലാഗോ ഗ്ലിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെയുണ്ട്. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഒരുപാട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക.
ആറാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് നോട്ട്8 എന്നാണ്. നോട്ട്8 എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ഒരു PDF ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് ഇട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PDF-നെ മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു PDF ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്കിപ്പോൾ മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ടിക്ക് ചെയ്യണം, ഇൻഡു ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈസിലി ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് മാർക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ടൈപ്പ് ചെയ്തെടുക്കണോ അതും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് ഒരു PDF-നെ നിങ്ങൾക്ക് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് PDF ആക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളിപ്പോൾ ഒരുപാട് തരത്തിലുള്ള PDF ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ട് വരും. ചെക്ക് ചെയ്ത് നോക്കുക. ഏഴാമത്തത് ഒരു വെതർ ആപ്ലിക്കേഷനാണ്. ഓപ്പൺ വെതർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഒരു വെതർ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തരത്തിലുള്ള അനാവശ്യമുള്ള അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്താണ് ഇൻഫർമേഷൻ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഭയങ്കര മിനിമലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നാൽ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഞാൻ ഈയിടെ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെതർ ആപ്ലിക്കേഷനാണ്. കാരണം ഭയങ്കര മിനിമലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇൻ്റർഫേസിൽ. ഭയങ്കര മിനിമലാണ്. ചെക്ക് ചെയ്ത് നോക്കുക. എട്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോയ്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആംബിയൻ്റ് ആയിട്ടുള്ള സോങ്ങുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. സോങ് എന്നല്ല, നമുക്ക് ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു ഫീല് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കേൾക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നേച്ചറിൻ്റെ അകത്ത് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു നേച്ചറിൻ്റെ അകത്ത് ഇരിക്കുന്ന ആ ഒരു ഫീല് എക്സാക്ട്ലി ആ ഒരു ഫീലിൻ്റെ അകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് മ്യൂസിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നേച്ചർ എന്ന് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള കാറ്റഗറൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആംബിയൻറ്റ് മൊത്തത്തിൽ കൊണ്ടുവരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു ആംബിയൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഓഫീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പബ്ലിക് ലൈബ്രറി, അതുപോലെ തന്നെ കോഫി ഷോപ്പ്, ഇതുപോലുള്ള ഒരുപാട് ആംബിയൻസ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ റൂമിൽ തന്നെ ആ ഒരു കോഫി ഷോപ്പിൻ്റെ ഇപ്പോൾ ഒരു ആംബിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഫി ഷോപ്പ് എന്ന ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ആംബിയൻസ് നമ്മുടെ റൂമിൽ തന്നെ കിട്ടും. ഒൻപതാമത്തെ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് സോൺ ലോഞ്ചർ എന്നാണ്. സോൺ ലോഞ്ചർ എന്ന് പറയുന്നത് മറ്റുള്ള ലോഞ്ചർ ആപ്ലിക്കേഷനിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബാർ കണക്ക് വന്ന് കിടന്നോളും. ആ ഒരു ബാറിനെ സ്വൈപ്പ് ചെയ്ത് താഴേക്ക് ആക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ആൽഫബറ്റിക്സ് എല്ലാം അവിടെ കാണാം. അവിടെ നിന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ഏതൊരു ആപ്ലിക്കേഷനാണോ വേണ്ടത് അവിടേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ കൈയെടുത്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം ഈസിലി ഈ ഒരു സോൺ ലോഞ്ചർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഹോം പേജിൽ വന്ന് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ തപ്പിയെടുത്ത് ആ ഒരു ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ദെൻ നമ്മുടെ ഫൈനൽ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് The4 എന്നാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഒരു ഹാബിറ്റ് ട്രാക്കിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് The4 എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആക്ടിവിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വന്ന് കിടന്നോളും. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഹാബിറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റീനെ ഇങ്ങനെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് വിടുക. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എത്രയാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു ബാർ കണക്ക് വന്ന് കിടന്നോളും. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ്, കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് തരത്തിൽ വീട്ടിലേക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.